അപ്പോൾ ഇന്നൊരു പനീർ കറീൻ്റെ റെസിപ്പി കേട്ടോ, പനീർ ബട്ടർ മസാല. ആദ്യം തന്നെ ചീൻചട്ടിയിൽ കുറച്ച് ബട്ടർ ഇട്ടു. ബട്ടർ അലിച്ചിട്ട് അതിൽ കുറച്ച് പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച്. അതിൽ കുറച്ച് ഇഞ്ചി, ചെറിയൊരു ഇഞ്ചി കഷ്ണം, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉള്ളി, കുറച്ച് അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ട് ഉപ്പ് ഒക്കെ ഇട്ട് കേട്ടോ നന്നായിട്ട് വഴറ്റി. അത് വാടി കഴിയുമ്പോൾ കുറച്ച് തക്കാളി മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് അതിൽ കുറച്ച് മുളക് പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. നന്നായിട്ട് മിക്സ് ആകുമ്പോൾ അതൊരു മിക്സി ജാറിക്ക് ഞാൻ അരയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും ചൂടാറും ചെയ്യും. പിന്നെ അതേ ചീൻചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിൽ ചെറിയ ഉള്ളി കഷ്ണങ്ങൾ ഇട്ടു. നന്നായിട്ടത് വാടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. നന്നായിട്ട് വാടി വരുമ്പോൾ അതിൽ ഈ മസാല, അരച്ച് വെച്ച മസാല കുറച്ച് ഒഴിച്ചു. കുറച്ചെല്ലാം ഫുള്ള് ഒഴിച്ചു കേട്ടോ. അത് വെള്ളം മിക്സീൻ്റെ ജാറും കൂടി മോരി പാർന്നു. എന്നിട്ട് അതിൽ തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് തിളച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് മുകളിൽ കൂടെ മല്ലിയില വിതറിയിട്ടു. നന്നായി തിളയ്ക്കാൻ വെച്ചു. അപ്പോഴേക്ക് ഞാൻ പനീറിൻ്റെ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി തിളച്ച് വന്നപ്പോൾ ആ പനീറിൻ്റെ ക്യൂബ്സും അതിലേക്ക് ഇട്ടു കേട്ടോ. ഇനി കുറച്ചൊന്ന് അടച്ച് വെച്ച് ഞാൻ മൂടി വെച്ച് ഞാനൊന്ന് വേവിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്, അതും ഞാൻ ഒഴിച്ചു കേട്ടോ. ഫ്രഷ് ക്രീം ഒഴിച്ച് ഒന്നും കൂടി അടച്ച് നല്ല റെഡിയാക്കി സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരും പനീർ കറി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത് ഈസി റെസിപ്പി കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ, ബൈ.